ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്ന പാട്ട് ഇഷ്ടം എന്ന മൂവിയിലെ മോഹൻസിത്താര കൈതപ്രം കൂട്ടുകെട്ടിൽ ഒരുങ്ങി ദാസേട്ടൻ ആലപിച്ച കണ്ടു കണ്ടു കണ്ടില്ല എന്നുള്ള സോങ്ങാണ്. ഞാൻ ഇതിനകത്ത് എൻ്റെ ചാനലിൽ കൂടെ ഉൾപ്പെടുത്തുന്ന പാട്ടുകളെല്ലാം ക്ലാസിക്കലായിട്ട്, അതായത് ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാത്ത ആളുകൾക്ക് പാടാൻ പറ്റുന്ന രീതിയിലുള്ള സോങ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. അതിനകത്ത് നമുക്ക് അറിയാവുന്ന ടിപ്സുകളും ട്രിക്സുകളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് നോക്കാം. ഈ പാട്ട് നമ്മൾ കൂടുതൽ നിങ്ങൾ കേൾക്കുക, മാക്സിമം തന്നെ ഈ പാട്ട് കേൾക്കുക, അതിൻ്റെ ട്യൂൺ മനസ്സിലാക്കുക, അതിൻ്റെ ഫീൽ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ കുറേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പാട്ടിനെക്കുറിച്ച് ഐഡിയ, ട്യൂണും അതിൻ്റെ ഫീലും മനസ്സിലാവും. പറ്റും പോലെ തന്നെ നമ്മൾ വീഡിയോ സോങ് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഫീൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ നോക്കാം. ആദ്യത്തെ ലൈൻ വരുന്നത് കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സോങ്ങാണ്. ഇതിലങ്ങനെ വലിയൊരു അങ്ങനെ സംഗതീസ് ഒന്നും അധികം വരാത്തൊരു പാട്ടാണ്. അതാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഇത് നന്നായിട്ട് നോക്കി പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാൻ പറ്റിയ പാട്ടാണ്. നല്ലൊരു സോങ്ങാണ്. അപ്പോൾ ആദ്യത്തെ ലൈൻ ഞാൻ പാടാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. അതാണ് ആദ്യത്തെ ലൈൻ വരുന്നത്. അത് 2 ടൈംസ് പാടുന്നുണ്ട്. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ലൈൻ വരുന്നത് കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. പൂമ്പൊടിയായി എന്നുള്ളിടത്തും പൂമഴയായി എന്നുള്ളിടത്തും ശ്രദ്ധിച്ച് പാടി ഫീൽ കൊടുത്ത് പാടാനുണ്ട് ആ വാക്കുകൾക്ക്. അപ്പോൾ അത് ഞാൻ പാടാം. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. ആ ലൈൻ അത്രേ ഉള്ളൂ. അടുത്ത് വരുന്ന ലൈൻ ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ 1000 പൂക്കാലം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു തിങ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സിമ്പിൾ ലൈനാണ്. ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ 1000 പൂക്കാലം. അടുത്ത ലൈൻ വരുന്നത് ഏകദേശം സെയിം ട്യൂൺ തന്നെയാണ്. ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ ആലില പൂന്തോണി. 2 ലൈനും സെയിം ട്യൂണാണ് വരുന്നത്. അടുത്ത ലൈൻ ഒന്നു വന്നു കൂട്ടിയിരുന്നു ഒന്നു മിണ്ടിയില്ല. ഒന്നു വന്നു കൂട്ടിയിരുന്നു ഒന്നു മിണ്ടിയില്ല. അത് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫീൽ അതിനെ പാട്ട് കേട്ടാൽ അതിൻ്റെ ഫീൽ മനസ്സിലാക്കി പാടാം. അതുകൂടെ നമുക്ക് എക്സ്ട്രാ വേണ്ടി നമ്മൾ ഫീലോടി പാടി ഫലിപ്പിക്കാവുന്ന വരികളാണ്. ഒന്നു വന്നു കൂട്ടിയിരുന്നു ഒന്നു മിണ്ടിയില്ല. ഇതാണ് പല്ലവി വരുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് വരുന്നുണ്ട്. റിപ്പീറ്റ് വരുന്നത് കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. അത് 2 ടൈംസ് പാടുന്നുണ്ട് കേട്ടോ. 2 തവണ അത് പാടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആദ്യം പോലെ ഒന്ന് പാടാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ 1000 പൂക്കാലം. ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ ആലില പൂന്തോണി. ഒന്നു വന്നു കൂട്ടിയിരുന്നു ഒന്നു മിണ്ടിയില്ല. പിന്നെ റിപ്പീറ്റ് കേട്ടോ. അപ്പോൾ അനുവല്ലി വരുന്നത് ഇങ്ങനെയാണ്. അത് ശ്രദ്ധിക്കുക. ട്യൂൺ മാറുന്നുണ്ട്. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. ആ സ്വപ്നങ്ങളാണെന്നോ നോ വരുന്നിടത്ത് നീട്ടുന്നുണ്ട്. അവിടെ സസ്റ്റെയിൻ ഉണ്ട്. ആണെന്നോ അങ്ങനെ ഒരു ചെറിയൊരു സംഗതി പോലെ വരുന്നുണ്ട്. അത് സ്വപ്നങ്ങളാണെന്നോ. അത് സ്വപ്നങ്ങളാണെന്നോ വേണ്ടിയിട്ട് അത് എന്ന് മാത്രം നമ്മൾ പാടി നോക്കിക്കഴിഞ്ഞാൽ അത് വരുന്നതാണ്. സ്വപ്നങ്ങളാണെന്നോ അങ്ങനെ കുറച്ച് തവണ പ്രാക്ടീസ് ചെയ്താൽ ആ അവിടെ ശരിയാവുന്നതാണ്. അപ്പോൾ ഈ ലൈനിൽ ഈ ഭാഗം ശ്രദ്ധിക്കുക, ആണെന്നോ എന്നുള്ളത്. സെക്കൻഡ് സ്റ്റാൻസും ഏകദേശം അതുപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. എന്തെല്ലാം 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 സ്വപ്നങ്ങളാണെന്നോ. എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ.
അവിടെ അവിടെ ഒരു സംഗതി വരുന്നുണ്ട്. മോഹങ്ങളാണ്, ഞാൻ ഇവിടെ എഴുതിയത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ഷമിക്കണം. മോഹങ്ങളാണെന്നോ എന്നാണ് കേട്ടോ. മോഹങ്ങളാണെന്നോ അവിടെ ഒരു ഞാൻ പറയാം. എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ ഓ ഓ അവിടെ ഒരു എന്നൊരു സംഗതി വരുന്നത്. അത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ആ ഭാഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പാടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ന് മാത്രം നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്താൽ അവിടെയും ശരിയാക്കാവുന്നതാണ്. ടെൻഷൻ അടിക്കാതെ തന്നെ ശ്രദ്ധിച്ച് പാടി നോക്കിയാൽ മതി. പിന്നെ ഈ 2 ലൈൻ പാടി തീരുന്നതോടൊപ്പം തന്നെ ഇത് ഒരുമിച്ച് പാടാവുന്നതാണ്. നിങ്ങളാണെന്നോ നാലകം, അങ്ങനെ ഒരുമിച്ച് പാടേണ്ടതാണ് ശരിക്കും. പിന്നെ വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് പാടാം. ഓ കഴിഞ്ഞ് നാലകം കെട്ടേണം പാടാം, അല്ലെങ്കിൽ നാലകം കെട്ടേണം, അങ്ങനെ ഒരുമിച്ച് പാടാം. ശ്വാസത്തിൻ്റെ എന്തെങ്കിലും ശ്വാസത്തിൽ പാടാൻ ടഫാണെങ്കിൽ അവിടെ കഴിഞ്ഞിട്ട് മുറിച്ച് പാടാവുന്നതാണ്. അടുത്ത വരി നാലകം കെട്ടേണം, നാലാളെ കൂട്ടേണം, പല്ലക്കിൽ പോകേണം, പന്തലിൽ കൂടേണം, താലിക്ക് തങ്കമൊരുക്കേണം. അവിടെ ലേശം മേളിലാണ്. താലിക്ക് തങ്കമൊരുക്കണം, താലിക്കു തങ്കമൊരുക്കേണം. പറയുന്നിടത്ത് തങ്കമൊരുക്കണം, നാം പറയുന്നിടത്ത് അവിടെ ഒരു നീട്ടലുണ്ട്, അവിടെ സസ്റ്റെയിൻ ഉണ്ട്. അവിടെ മാക്സിമം അങ്ങനെ ആ ട്യൂൺ മനസ്സിലാക്കിയിട്ട് അവിടെ നീട്ടും. തങ്കമൊരുക്കേണം. അതും അവിടെ പാടി ജസ്റ്റ് ശ്രദ്ധിച്ച് പാടി നോക്കി അവിടെ ശരിയാക്കാവുന്നേ ഉള്ളൂ. അടുത്ത ലൈൻ എൻ്റെ കുഞ്ഞിൻ കൊച്ചു പെണ്ണായി, എൻ്റെ കുഞ്ഞിൻ അവിടെ ചെറിയ ഫീൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കൊച്ചു പെണ്ണായി ഇവളെന്നും വാഴയെന്നും, ഇവളെന്നും അവിടെ ചെറിയൊരു ഇതുണ്ട്, അവിടെ നോക്കി പാടുക. ഇവളെന്നും വാഴയണം കേട്ടോ. ഞാൻ പാടാം. നാലകം കെട്ടേണം, നാലാളെ കൂട്ടേണം, പല്ലക്കിൽ പോകേണം, പന്തലിൽ കൂടേണം, താലിക്ക് തങ്കമൊരുക്കേണം. എൻ്റെ കുഞ്ഞിൻ കൊച്ചു പെണ്ണായി ഇവളെന്നും വാഴേണം. വീണ്ടും കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. അത് 2 ടൈംസ് അവിടെ പാടണം. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ വരികളിലെല്ലാം ഞാൻ വരച്ചിട്ടേക്കണ ഭാഗങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നവരത് ഒന്ന് ശ്രദ്ധിച്ച് ശരിയാക്കാൻ പാടി നോക്കിയാൽ എന്നുള്ള 2 അവിടെ ചെറിയൊരു സംഗതി വരുന്നുണ്ട്. ആ സംഗതി നമ്മൾ വ്യക്തമായി ആ പാട്ട് കുറേ തവണ കേട്ട് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് അത് കട്ട് ചെയ്ത് മുറിച്ച് പാടി അവിടെ ആ 2 ചെറിയ സംഗതി വരുന്നിട്ട് നമുക്ക് ശരിയാക്കാവുന്നുള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട, അത് പാടി സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ പാട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത അനുപല്ലികയൊക്കെ വരുന്ന ഈ സെയിം ട്യൂണാണ്, വരികൾ മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഈ പാട്ട് ചിലപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അനുപല്ലി വരെ പാടി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ലൈൻസൊക്കെ പിന്നൊരു ഭാഗത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പറയുന്നത് ടിപ്സും ട്രിക്സുമാണ് പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിക്കാത്ത ആളുകൾ, അവർക്ക് പാടാൻ ഇഷ്ടമുള്ള ആളുകൾ, അവർക്കെല്ലാം ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പാടി നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ പാടി പഠിച്ച് പെർഫോം ചെയ്യാമെന്നാണ് ഞാനത് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വളരെ നന്ദി, ഇത്ര നേരം കേട്ടോണ്ടിരുന്നത് താങ്ക്സ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാടട്ടെ, എന്നും നന്നായി പാടട്ടെ, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.